ഈ വോട്ടൊക്കെ ഭയങ്കര സംഭവമാണല്ലേ? സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ ഫുള്ള് വോട്ട് ചർച്ചയാണ്. വാട്ടേ വോട്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വോട്ടിന്റെ ഒരു ഓളൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു സംശയം, എന്തിനാ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമുണ്ട്. ഒരു തക്കാളിക്ക് വില കൂടുകയെന്നുണ്ടെങ്കിൽ നമ്മളതിന് ചോദ്യം ചെയ്യണു, ചർച്ച ചെയ്യണു, അതൊരു പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ എത്ര രാഷ്ട്രീയം ഇല്ല എന്ന് പറയാന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ്. വേറൊരു സംശയം, എന്തിനാ വോട്ട്? പൊതുവെ നമ്മൾ വോട്ടിൻ്റെ അന്ന് കഞ്ഞി വോട്ട് ചെയ്യാൻ ആവേശത്തോടെ വരുന്ന ചെറുപ്പക്കാരായ വോട്ടർമാരെ ഞങ്ങൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ വാർത്തകളിലൊക്കെ വരുന്നത് 55 ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. വോട്ടിനൊക്കെ നെവർ മൈൻഡോടെ കാണാണ്. വോട്ടിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു നോക്കണം. ഇപ്പൊ നോർത്ത് കൊറിയയിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. അപ്പോൾ ഇവിടെ ജനങ്ങളാധിപത്യമാണ് വേണ്ടത്. അപ്പോൾ വോട്ട് എന്ന് പറയുന്നത് അതിനുള്ളൊരു ടൂളാണ്. അപ്പോൾ നമ്മൾ നിലവിലെ ഭരണകൂടത്തിൽ അതൃപ്തരായിട്ടാണ് തുടരുന്നതെങ്കിൽ എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കും കൂടെയാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കല്ലേ. ഞാൻ ഒരു ദിവസം പത്രത്തിൽ വായിച്ചു, നന്മയുള്ളവരുടെ നിശബ്ദതയാണ് തിന്മയുള്ളവരുടെ ശബ്ദ മലിനീകരണത്തെക്കാൾ ഭീകരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശരിക്കും നമ്മൾ നമ്മളോടും നമ്മുടെ രാജ്യത്തോടും ചെയ്യുന്ന ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാഷ്ട്രീയം വളരെ വേസ്റ്റായ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെ രാഷ്ട്രീയം വേണ്ട, വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇതിനോടൊരു വിമുഖത കാണിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യണ ഒരു ചതിയാണ്. ഏതുപോലെ ഇപ്പോൾ നേരായൊരു വഴി നമുക്ക് പോകാൻ ഉണ്ടായിരിക്കെ കല്ലും മുള്ളും നിറഞ്ഞൊരു വഴി തിരഞ്ഞെടുക്കണം. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? എൻ്റെ അഭിപ്രായം, ഇന്ന് നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ ഏത് പാർട്ടിയാണോ നിയമസഭയിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വോയിസ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ പാർട്ടിയുടെ വക്താവിന് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. പാർട്ടിയൊക്കെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ പോരെ? ഇപ്പോൾ പഞ്ചായത്ത് വോട്ടാണല്ലോ, നമുക്ക് ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യണതല്ലേ നല്ലത്? ഒരിക്കലല്ല, ആളെ നോക്കിയിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഓരോ പാർട്ടിയുടെ ഐഡിയോളജി എന്താണോ അത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ വർഗീയത ചുവട് പിടിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയുണ്ട്. അതേപോലെ മതങ്ങളെയൊക്കെ നിരസിച്ചുകൊണ്ട് എന്നാ വർഗീയത കൂട്ടുപിടിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം, നമ്മളൊരു മതേതര രാഷ്ട്രത്തിലാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കുന്ന, നമുക്ക് നമ്മളെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പാർട്ടിക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും നമ്മൾ ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ നടക്കൂല. ഇപ്പോൾ ഗൂഗിളിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ഓൾ കുക്കീസ് ഓപ്ഷൻ വരും. നമ്മളൊന്നും വായിക്കാതെ ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് അത് അപകടമായിരുന്നു എന്ന് കാണിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമ്മൾ ആലോചിക്കുക. അപ്പം നമ്മൾ റിഗ്രറ്റ് ചെയ്യും, അത് വേണ്ടിയില്ലായിരുന്നു. പക്ഷെ കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന വാഗ്ദാനങ്ങളൊന്നും മയങ്ങാതെ ഓരോ പാർട്ടിയുടെയും ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു വ്യക്തി ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്നാൽ പോരെ. ഒരു പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, ഇപ്പോൾ നമ്മൾ ഓരോ പദ്ധതികളൊക്കെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പിന്നിൽ ആ MLA-യുടെ വിൽ പവർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നയങ്ങളെ അദ്ദേഹത്തെ കൃത്യമായും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആളെ നോക്കിയിട്ടല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഐഡിയോളജി നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ഈ മതം പഠിക്കുന്ന ആളുകൾ രാഷ്ട്രീയം പറയുമ്പോൾ ആളുകൾ മുഖം ചുളിക്കാറുണ്ട്. ശരിക്കും ഈ മതം പഠിക്കുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയമില്ലേ? റസൂലുള്ള ഒരു മതപ്രബോധകന് മാത്രമായിട്ടല്ല അറിയപ്പെടുന്നത്, ഒരു പൊളിറ്റിക്കൽ ലീഡറും കൂടെയാണ് റസൂല്. അപ്പോൾ അതുപോലെ ഖുലഫാ റാഷിദീങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഗാന്ധിജി പോലും ഉമർ അള്ളാഹുവിൻ്റെ ഭരണത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദീൻ എന്ന് പറയുന്നത് വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല, രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ്. അതെ, മുൻഗാമികളായ പണ്ഡിതരിൽ നമുക്ക് മാതൃകകളുണ്ട്. ഇപ്പോൾ ബാഫഖി തങ്ങള്, അതുപോലെ പാണക്കാട് തങ്ങന്മാര്, അവരൊക്കെ മതനേതാക്കൾ എന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ കൂടിയാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വോട്ടും. വോട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നത് നമ്മൾ അർഹതപ്പെട്ട ആൾക്ക് വോട്ട് നൽകുമ്പോഴാണ്.